ഹായ്, വൈബ് വിത്ത് തെരേസ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നെൻ്റെ രാവിലത്തെ റുട്ടീനാണ് കേട്ടോ കാണിച്ചു തരുന്നത്. ഇന്ന് നമുക്ക് രാവിലെ പുട്ടും കടലയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ കടല ഞാൻ ഇന്നലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊൻകതിരിൻ്റെ പുട്ടുപൊടി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ പുട്ടുണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്, എനിക്ക് കൂടെ ഭയങ്കര ഇഷ്ടമാണ് പൊൻകതിരിൻ്റെ പുട്ടുപൊടി. അപ്പോൾ അതൊക്കെ ചെയ്യാം. അപ്പോൾ അമ്മിച്ചിയും ആദൂട്ടിനൊക്കെ നല്ല വർക്കാണ്. അപ്പോൾ അവർ എഴുന്നേറ്റ് വരുന്നതിന് മുൻപ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാം. പിന്നെ ആദൂട്ടനും അമ്മിച്ചിക്കുള്ള കാപ്പി അത് റെഡിയാക്കി വെക്കാം. അപ്പോൾ അവർ വരുമ്പോൾ തന്നെ കൊടുക്കാമല്ലോ. അപ്പോൾ അങ്ങനത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ള പണികളിലേക്ക് കിടക്കാം കേട്ടോ. അപ്പം ഞാൻ കടല ഞാൻ നല്ല രീതിയിൽ കഴുകി എടുത്തിട്ടുണ്ട്. ഞാൻ വെള്ളത്തിലിടുന്നതിന് മുൻപും കുറച്ച് ഉപ്പിട്ടിട്ടാണ് കേട്ടോ വെക്കുക. അപ്പോൾ നല്ല രീതിയിൽ വീർത്ത് കിട്ടും. അപ്പോൾ അതേ കടലയിൽ ഇനി ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ അതേ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കാം കേട്ടോ. നല്ല രീതിയിൽ ഇതിൻ്റെ മുകളിൽ പൊങ്ങിക്കെടുക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ. അപ്പം ഞാൻ കടല അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് വെന്ത് വന്നതിന് ശേഷം കാണാം കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് നേരം പിടിക്കും ഈ ഒരു കുക്കറിൽ ഇതൊന്നിട്ട് വേവാനായിട്ട്. ഒരു 10-14 വിസിലൊക്കെ അടിച്ചിട്ടാണ് ഞാനിത് ഓഫ് ചെയ്യാറ്. എന്നാലും കറക്റ്റായിട്ട് വെന്ത് കിട്ടുള്ളൂ. കാരണം മോന് കഴിക്കേണ്ടതല്ലേ. അപ്പോൾ നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കും. അപ്പോൾ അതൊക്കെ വെന്തതിന് ശേഷം കാണാം കേട്ടോ. അപ്പം ഇനി നമ്മുടെ നെക്സ്റ്റ് പണി എന്ന് പറയുന്നത് പൊൻകതിരിൻ്റെ പുട്ടുപൊടി നമുക്ക് നനച്ച് വെക്കാം കേട്ടോ. അപ്പോൾ 1 ഗ്ലാസ് പുട്ടുപൊടിക്ക് 1 ഗ്ലാസ് വെള്ളം, അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ കണക്ക്. ഇത് നിങ്ങൾ യൂസ് ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് നല്ലതാണ് കേട്ടോ. പൊൻകതിരിൻ്റെ പുട്ടുപൊടി അടിപൊളിയാണ് കേട്ടോ. ഞങ്ങളിവിടെ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ നമുക്ക് അങ്ങനെ കട്ട പിടിക്കുന്നു അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. എളുപ്പത്തിൽ നമ്മുടെ പണി കഴിയും കേട്ടോ. അപ്പോൾ ഈ ഒരു പുട്ടുപൊടി നമുക്ക് 1 ഗ്ലാസ് പുട്ടുപൊടിക്ക് 1 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ 1.5 ഗ്ലാസ് പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1.5 ഗ്ലാസ് വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ 1.5 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. വെറുതെ ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അത് അവിടെ ഇരുന്ന് തന്നെ വെള്ളമൊക്കെ വറ്റി ഇങ്ങനെ വന്നോളൂ. നമ്മൾ ഒരു 15 മിനിറ്റാണ് 20 മിനിറ്റാണ് ഇത് വെക്കേണ്ടത്. അപ്പോൾ ഇത് 20 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഇത് പുട്ടുപൊടി പരുവത്തിനായിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പുട്ടുണ്ടാക്കുമ്പോൾ കാണാം. അപ്പോൾ അതേ നമ്മൾ പുട്ടിരിക്കും അതുപോലെ തന്നെ കടലക്കറിക്കുള്ള നാളികേരം ചെറിയൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ വറുത്തരച്ചിട്ടാണ് കടലക്കറി വെക്കുന്നത്. അപ്പോൾ ഇനി കറിയൊക്കെ റെഡിയാക്കുന്ന ടൈമിൽ കാണാം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ആദൂട്ടി എണീറ്റ് വന്നിട്ടുണ്ട്. എന്താ നോക്കട്ടെ. കാലത്ത് എണീറ്റ് വന്നിട്ടേ പല്ലൊന്നും തയ്ക്കാണ്ടാണ് മാങ്ങ തിന്നണത്. അങ്ങനെ നല്ലതാണോ മാങ്ങ? വിഷണ്ടാ? സൂപ്പറാന്ന് പറഞ്ഞ എല്ലാവരോടും പറഞ്ഞേ. കഴിക്കുക കുട്ടിക്ക്, അങ്ങനെ പറയാൻ പറ്റണില്ല കേട്ടാ. അപ്പൊ അതേ നമ്മൾ നാളികേരം വറുക്കാൻ പോവാണ് കേട്ടാ. അതിലേക്ക് നമ്മൾ നാളികേരം കുറച്ച് ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും ഒരു 4-5 വെളുത്തുള്ളിയും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാണ് കേട്ടാ. പിന്നെ ഇതാ നെക്സ്റ്റ് പിടിക്കാനുള്ളത് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. നല്ലോണം കരിഞ്ഞൊന്നും പോകരുത് കേട്ടോ. ബ്രൗൺ കളറാവുന്ന വരെ അങ്ങനെ നല്ല രീതിയിലൊന്ന് വറുത്തെടുത്തിട്ട് നമുക്കിത് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിൽ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അത്
നമ്മുടെ നാളികേരത്തിന്റെ മിക്സ് നല്ല രീതിയിൽ കരിഞ്ഞൊന്നും പോകാണ്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചൂടാറിയിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ വറുത്തരക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞൂലോ. അപ്പൊ ഇനി നമുക്ക് കടല കാച്ചാൻ വെക്കാം കേട്ടോ. അപ്പൊ അതിലേക്ക് സബോള, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില, കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഇതൊന്ന് നല്ല രീതിയിലൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും ഒന്ന് മൂത്ത് വന്നപ്പോൾ ഒന്ന് വാടി വന്നപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1.5 ടീസ്പൂണാണ് കേട്ടോ. ഞാൻ അത് ഓരോരുത്തരുടെ മുളക് പൊടി അനുസരിച്ചിരിക്കും. ഞാൻ ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് കേട്ടോ. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ കൂടി നല്ല രീതിയിലൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഒരു പച്ചക്കുത്തുമാണൊക്കെ പോകുന്ന വരെ നമുക്ക് ഇളക്കി നല്ല രീതിയിലൊന്ന് മൊരിയിച്ചെടുക്കാം കേട്ടോ. അതാ മസാലയൊക്കെ നല്ല രീതിയിൽ മൂത്ത് വന്നപ്പോൾ നമുക്കിനി ഒരു കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി എടുത്ത് നമുക്ക് ഈ ഒരു കടലയിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഒരു അരപ്പുണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് നല്ല രീതിയിലൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അതെ, നമ്മുടെ കറി നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു സൗണ്ടൊക്കെ കേട്ടില്ലേ. അപ്പം ഇനി നമുക്ക് ഈ ഒരു കറി നമ്മുടെ പാകത്തിനനുസരിച്ച് കുറുക്കി വെള്ളം വേണമെങ്കിൽ വറ്റിച്ചെടുക്കാം കേട്ടോ. ഞങ്ങളിപ്പോൾ കടലക്കറി കൂട്ടിയിട്ട് പുട്ട് കഴിക്കാനുള്ളത് കൊണ്ട് നമ്മൾ ഈ ഒരു പരുവത്തിൽ ഓഫ് ചെയ്യണം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ പുട്ടുപൊടി ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റിന് ശേഷം ഇതേ നമ്മുടെ പുട്ടുപൊടി കണ്ട ആ വെള്ളം പോലത്തേക്ക് മാറി നല്ല പരിവായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് പുട്ടുണ്ടാക്കാം. അപ്പം അതേ നമ്മുടെ പാലും സെറ്റ് ആയിട്ടുണ്ട്. ഇനി അമ്മിച്ചിക്ക് കാപ്പിയും ആദൂന് പാലും ആക്കിയിട്ട് അങ്ങനെ മാറ്റിയെടുക്കാം കേട്ടോ. അതേ നമ്മൾ പുട്ടുണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പം അതാ നമ്മുടെ പുട്ട് റെഡി ഇട്ട്. അപ്പം ആദ്യത്തെ നമുക്ക് ഇതിനകത്തേക്ക് മാറ്റാം. അതാ നമ്മുടെ പുട്ട് റെഡി. കാലത്ത് എഴുന്നേറ്റ് ബ്രഷ് ചെയ്ത് വരുമ്പോഴേക്കും എൻ്റെ കുട്ടിക്ക് പലകാരം ചായയും ഒക്കെ മേശകൊണ്ട് വെച്ച് തരും. ഇതുപോലെ ഒരു മോള കിട്ടാൻ ഞാൻ എന്ത് പുണ്യം ചെയ്തു എന്ന് ഞാൻ ദൈവത്തിനോട് ചോദിക്കാറുണ്ട്. അത്രയും അമ്മച്ചി പറയുള്ളൂ. ഈശോ, അമ്മച്ചി ഭയങ്കര സെന്റിമെന്റ് അല്ലേ കേട്ടോ. ഞാൻ ഈ പുട്ടും കടലി ഉണ്ടാക്കിയത്. പുട്ടും കടലി ഇന്നത്തെ മാത്രമല്ലല്ലോ പൊന്നു അമ്മച്ചി പറയണത്. എല്ലാ ദിവസം അങ്ങനെ തന്നെയല്ല. അമ്മച്ചി ബ്രഷ് ചെയ്തോ? ഞാൻ ചെയ്തു എന്ന് പറയുമ്പോഴേക്കും എൻ്റെ മോള് മേശമെല്ലാം കൊണ്ട് വെച്ച് തരും. അതെനിക്ക് പറയേണ്ടത് അഭിനയോ നാടകമോ അല്ലെങ്കിൽ ആരും കാണിക്കാനല്ല. 7 കൊല്ലമായിട്ട് എനിക്ക് എൻ്റെ ദൈവം തന്ന മോളാണ്. മരുമോളെന്ന് ഞാൻ പറയില്ലേ ഒരാളോടും. പിന്നെ ആൾക്കാർ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുമ്പോൾ അറിയും എൻ്റെ മോൻ്റെ ഭാര്യ എന്ന് പറയും. അല്ലെങ്കിൽ ഞാൻ എൻ്റെ മോള്. അവളെ പേര് തെരേസ എന്നാണെങ്കിലും ഞാൻ അവളെ ഒരിക്കലും തെരേസ എന്നൊരു വാക്ക് 7 വർഷത്തിനുള്ളിൽ വിളിച്ചിട്ടുണ്ടാകും. വാവകുട്ടിയെന്ന് വിളിക്കുള്ളൂ. അപ്പൊ ദൈവം എനിക്ക് അറിഞ്ഞു തന്നൊരു മോളാണ്. അതെനിക്ക് എല്ലാവരോടും പറയണം. നമ്മുടെ മക്കള് കഴിച്ചു കൊണ്ടുവരുന്ന മക്കളെ നമ്മുടെ മക്കളായിട്ട് കാണും. ഞാൻ മോളെ പോലെയാണ് വിചാരിക്കണേന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ലേ വാക്കുകൊണ്ട്. പക്ഷെ എൻ്റെ മോളെ ഞാൻ എൻ്റെ മോളെന്നല്ല ഇതിലുപരിയായിട്ട് ഞാൻ കാണുന്നത്. എവിടേക്കെങ്കിലും ഒന്ന് പുറത്തേക്ക് പോകുമ്പോഴായാലും അമ്മച്ചി പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. എനിക്കറിയില്ല, ഒരു റോഡ് മുറിഞ്ഞ് നടക്കുമ്പോൾ
ഒരു കയ്യിൽ അവളുടെ കയ്യിൽ ഉണ്ണി ഉണ്ടാവും, എന്നാലും അപ്പുറത്തെ കൈ അവൾ എന്നെ പിടിക്കും. അപ്പം ഞാൻ അവളോട് പറയും, എന്തിനാ പൊന്നു അമ്മച്ചിനെ പിടിക്കണം, അമ്മച്ചി നടന്നു വന്നോളാം. അവൾ സമ്മതിക്കില്ലേ. അവൾ റോഡ് മുറിഞ്ഞ് കിടക്കുമ്പോൾ വരെ എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് അവൾ എന്നെ പുറത്തേക്ക് കിടത്തുക. ഇതുപോലെ ഒരു സ്നേഹമുള്ള മോളെ എല്ലാ അമ്മമാർക്കും കിട്ടട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. പിന്നെ എല്ലാം മറന്ന് ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഒരു മാലാക പോലെ ഒരു മോനും തന്നിട്ടുണ്ട്. നാളെ എന്താവുമെന്നും നമുക്കറിയില്ല. പക്ഷെ ഇന്ന് അവൻ ഞങ്ങളുടെ ജീവനാണ്, ഞങ്ങളെ ഈ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ കുഞ്ഞുമോനാണ്. അപ്പോൾ എല്ലാ അമ്മമാർക്കും ഇതുപോലെ ഒരു മോളെ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. കിട്ടിയ മക്കളായാലും അമ്മമാരെ അതുപോലെ സ്നേഹിക്കുക. അത്രയും അമ്മച്ചിക്ക് പറയാനുള്ളൂ. ഈ പലകാരത്തിൻ്റെ എന്നും ഈ കാപ്പീൻ്റെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ ഞാൻ വിചാരിക്കും, ഇതിന് മാത്രം ഞാൻ എന്ത് പുണ്യം ചെയ്ത ദിവസം എന്നിട്ടുണ്ടാക്കുന്ന അമ്മച്ചി കാലത്ത് എന്ന് ചോദിച്ചിട്ടാണ് അവൾ ഏറ്റുപോരുക. അപ്പോൾ ഞാൻ ഏറ്റ് പല്ല് തേച്ച് വരും. അതുട്ടേ മേശമ പാല് കളഞ്ഞിട്ട് കുടിച്ചോ, അത് തുടച്ചോണ്ടിരിക്കുകയാണ് കേട്ടാ. ഗുഡ് ബോയ് ആണോ അതുട്ടെ? അത് ഗുഡല്ലേ, തന്നെ തുടക്കുക. അത് മഞ്ചി തിന്നു. അത് അപ്പാപ്പേരെ കൂടെ കടയിൽ പോയിട്ട് മഞ്ചി തിന്നു. എന്നിട്ട് അപ്പാപ്പൻ പറഞ്ഞത് പറയണ്ടാന്ന്. പക്ഷെ കുട്ടി ഇവിടെ വന്ന വഴിക്ക് പറഞ്ഞു, അമ്മ അത് മഞ്ചി തിന്നൂന്ന്. അപ്പൊ അതെ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതെ പുട്ടും കടലയും അതെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ അപ്പം അങ്ങനെ അതോ അമ്മാമി ഭാവിയും പാപ്പച്ചിഞ്ഞ. ഹായ്. അപ്പോൾ ഇന്നത്തെ ഇതുകളൊക്കെ കഴിഞ്ഞു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികളൊക്കെ കഴിഞ്ഞു. നല്ല പുട്ടും കടലൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് അത് തന്നെയായിരിക്കും. കാരണം അമ്മച്ചിയുടെ അലക്ക് ദിവസമാണ്. അമ്മച്ചി അലക്ക് എന്ന് പറഞ്ഞ പരിപാടി വേറെ ആരും ഏൽപ്പിക്കാറില്ല. അത് അമ്മച്ചി തന്നെ ചെയ്യണം. അപ്പോൾ ഞാൻ ഇതുവരെ അത് ചെയ്തിട്ടില്ല. ഇടയ്ക്ക് എപ്പോഴോ അങ്ങനെ ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടുന്നല്ലാണ്ട് അലക്കൽ എല്ലാം അമ്മച്ചിയാണ് കേട്ടോ ചെയ്യുക. അത് വാഷിംഗ് മെഷീനിൽ കുറച്ച് നേരം ഇട്ടതൊന്ന് തിരിച്ചെടുത്തിട്ട് പിന്നെ വീണ്ടും കല്ലുമ്മ തല്ലി അലക്കണം. അങ്ങനത്തെ ഒരു മെത്തേഡ് ആൾക്കുണ്ട്. ആൾക്ക് എന്നാലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ അതിനാണെങ്കിൽ നമ്മൾ ആരും കൂട്ടുമില്ല. അപ്പോൾ പിന്നെ ഞാനങ്ങനെ ഇടയിൽ കയറി ചെയ്യാറില്ല. ആളുടെ ഒരു തൃപ്തി വരുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ അങ്ങനെ വിട്ടുകൊടുക്കല്ല നല്ലത്. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ആളങ്ങനെ ചോദിക്കാറുമില്ല. തീരെ വയ്യാത്ത സമയത്ത് ഞാൻ പോയി ചോദിക്കുക ഹെൽപ്പ് ചെയ്യണമെന്ന്. അങ്ങനെ തീരെ പറ്റാത്ത ദിവസമാണെങ്കിൽ മാത്രമാണ് ആൾ ആന്ന് പറയുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ എന്താണെന്നറിയില്ല, നമ്മിച്ച് ഇങ്ങനെ സെൻറ്റിമെൻറ്റ്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ എന്താണെന്നറിയില്ല, ഭയങ്കര ഇമോഷണലായി അറിയില്ല എന്താന്ന്. അപ്പോൾ ഞാൻ എപ്പോഴും പറയണ പോലെ വൈബാവാന്ന് പറഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് കരഞ്ഞുപോയി അങ്ങനെ. അപ്പോൾ വൈബി തെരേസ എന്ന യൂട്യൂബ് ഫാമിലിയുടെ കൂടെ വൈബാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സജഷൻസൊക്കെ കമൻസ് ആയിട്ട് രേഖപ്പെടുത്താം കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ